ഹാജി മസ്താൻ സലാം വെക്കും വീരൻ പാപ്പൻ ഷാജി പക്ഷെ നടുവില്ല. നമ്മൾ പരിചയക്കാർ ചോദിക്കും പടമൊന്നുമില്ലേ, നമ്മൾ അല്ല ഒരു പടം ഇറങ്ങുന്നത് ഏത് ഇങ്ങനെ പേര് പറയും, ആരാതില്. നമ്മളിത് ഒരു പുതിയൊരു ജോണർ ട്രൈ ചെയ്യാം. ആടിന്റെ ജോണറിൽ നിന്നും ഷിഫ്റ്റ് ചെയ്ത് എപ്പിക് ഫാന്റസി എന്ന് പറയുന്ന ഒരു ജോണറിലേക്ക് പോകും. ആട് 3 എടുക്കുന്നതിൽ റിസ്ക് കുറവായിരുന്നു. ആട് 3 എന്ന് പറയുന്നത് കാരണം ഷോർട്ട് ഫിലിമിന് വേണ്ടി വന്ന 5 lakhs എടുക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് ഫിലിം. അങ്ങനെ ആട് 1 50 ലക്ഷം രൂപയ്ക്ക് ഒരു ഫീച്ചർ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കും ഞാൻ. 50 ലക്ഷം രൂപയ്ക്ക് അല്ല, അത് ദബാങ് ഷമീർ, അതാണ് സൽമാൻ ഖാനെ പോലെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അപ്പൊ എനിക്ക് ഏറ്റവും സങ്കടമുള്ള കാര്യം തന്നെ നമ്മുടെ മുമ്പിൽ തന്നെ ഏകദേശം 1 മണിക്കൂറോളമുള്ള ഹ്യൂമർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇന്ദ്രൻ ചേട്ടൻ വന്നാലും പോയാലും ആരും അറിയത്തില്ല, പുള്ളി ഇങ്ങനെ ഒരു ശല്യമില്ല. Take life easy. Oh, that's very sweet. Is Vijay Babu a risk-taking producer? All my projects have been risky from... Exactly. നമസ്കാരം, എൻ്റെ പേര് പാർവതി മധു. വെൽക്കം ടു CB Talks. ഇന്ന് ഇൻസ്റ്റഗ്രാമും ഇൻ്റർനെറ്റും ഒക്കെ തുറന്ന ഫുൾ വിശേഷങ്ങൾ മാത്രമുള്ള ഒരു സിനിമയുടെ സ്പെഷ്യൽ പേഴ്സണാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. സാക്ഷാൽ വിജയ് ബാബു. വെൽക്കം. താങ്ക് യു. ഓക്കെ, എങ്ങനെ പോകുന്നു? ഹൗ ആർ ദ റിവ്യൂ? ഐ മീൻ ഇൻട്രൊഡക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം സാധാരണ നമ്മളൊരു സിനിമ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു 40-50 കണ്ടന്റ് ഇടുമ്പോഴാണ് ആളുകൾ ആ സിനിമയെക്കുറിച്ച് അറിയുന്നത്. ഇതൊക്കെ നമ്മൾ ഇത്രയോ ഇൻ്റർവ്യൂസ്, ട്രെയിലർ ഇറങ്ങി ഇൻ്റർവ്യൂസ് കൊടുക്കുന്നു, അവിടെയൊക്കെ പോകുന്നു. എന്നിട്ടും നമ്മൾ ചിലപ്പം പലയിടത്തുമൊക്കെ പോകുമ്പോഴേ നമ്മൾ പരിചയക്കാർ ചോദിക്കും അപ്പോൾ പടമൊന്നുമില്ലേ, അപ്പം നമ്മൾ അല്ല ഒരു പടം ഇറങ്ങുന്നത് ഏത് നമ്മൾ ഇങ്ങനെ പേര് പറയും, ആരാതില് എന്ന് ചോദിക്കും. അപ്പം ആടിന് അങ്ങനെ ഒരു പ്രശ്നം വേണ്ടി വന്നിട്ടില്ല. എന്നാൽ വളരെ കുറച്ച് കണ്ടന്റ് മാത്രമേ നമ്മളായിട്ട് ഇട്ടിട്ടുള്ളൂ. വളരെ കുറച്ച് ഇൻ്റർവ്യൂസൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ 2-3 ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, മറ്റുള്ളവരുടെയൊക്കെ ഇൻ്റർവ്യൂസ് വന്നിട്ടുണ്ട്, ഒരു ട്രെയിലർ, ഇത്ര മാത്രമേ വന്നിട്ടുള്ളൂ. അത് കാണുമ്പോൾ നമുക്ക് സന്തോഷവും അതിലുപരി ടെൻഷനും. കാരണം അത്രയും എക്സ്പെക്റ്റേഷൻ വരുന്നു. ഇപ്പം പടം കണ്ടിട്ടുള്ളത് ഞങ്ങളുടെ ടീം മാത്രമേ ഉള്ളൂ, ഇനി ഓഡിയൻസ് കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ഈ ഇൻസ്റ്റാഗ്രാം തുറക്കുന്നു, യൂട്യൂബ് തുറക്കുമ്പോൾ ഇത്രയും ആടിനെ കുറിച്ചുള്ള കഥകൾ തന്നെ പല വേർഷൻസ് അവതരിപ്പിച്ച് കഴിഞ്ഞു. എങ്ങനെയായിരിക്കും ഇതെങ്ങനെയായിരിക്കും, പിന്നെ ചിലവരെഴുതും ഇതിങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഇതൊക്കെ കാണുമ്പോൾ നമുക്കാണ് ആദ്യം കൂടുന്നത്. കാരണം നമ്മളിത് ഒരു പുതിയൊരു ജോണർ ട്രൈ ചെയ്യാം. ആടിൻ്റെ ജോണറിൽ നിന്നും ഷിഫ്റ്റ് ചെയ്ത് എപ്പിക് ഫാന്റസി എന്ന് പറയുന്ന ഒരു ജോണറിലേക്ക് പോകുന്നു. അതിനോടൊപ്പം തന്നെ ഹ്യൂമർ എലമെൻറ്റ്. അപ്പം ഒരുപാട് ഹ്യൂമറുകൾ ഈ നമ്മുടെ ഡ്യൂറേഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാരണം എല്ലാ ഫാക്ടേഴ്സും നോക്കണമല്ലോ. അപ്പം ഡ്യൂറേഷൻ ഇൻടാക്റ്റ് ആയിരിക്കണം, ഹ്യൂമർ അതിനകത്ത് വേണം, സ്റ്റോറി നിർത്തി കളയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ കണ്ടന്റ് ഫൈനലൈസ്. അപ്പോൾ ആ ടെൻഷൻ എന്തായാലും ഉണ്ട്. എന്തായാലും പറഞ്ഞതിൽ വേറെ തുറന്നാൽ ഇതേ ഉള്ളെന്ന് പറയുമ്പോൾ കൊള്ളാം. അതെ, ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആക്ച്വലി തുറന്നാൽ ഫുള്ള് ആൽഗോരിതത്തിന് മനസ്സിലാവുന്നുണ്ട് ആഡ് വരുന്നുണ്ടെന്ന്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ പോലെ ആ ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. ഇത്രയും എക്സ്പെക്ടേഷനും ഫർഗെറ്റ് അബൌട്ട് ദ റിവ്യൂസ്. ഈ ഇൻ്റർനെറ്റിൽ പോകുന്ന ഒരു കാര്യം അല്ലാണ്ട് തന്നെ ആട് 1 and 2 ഇത്രയും സക്സസ്ഫുൾ ആയതിനു ശേഷം ആട് 3 കൂടെ ഇറക്കാം എന്ന് പറയുന്നത് ഒരു കറേജ് വേണം, ഒരു റിസ്ക് ഫാക്ടർ എടുത്തുകൊണ്ട് തന്നെ ചെയ്യണം. ഹൗ വാസ് ഇറ്റ് ഫോർ യു? അല്ല, ആട് 1 കഴിഞ്ഞിട്ട് ആട് 2 എടുക്കുന്നതിലൊരു റിസ്ക് ഫാക്ടർ ഉണ്ടായിരുന്നു. അതും അന്നത്തെ ആട് 1 എടുത്തതിനെക്കാട്ടിലും ഒരു 3-4 മടങ്ങ് വലിയ സ്കെയിലിലാണ് ആട് 2. ദാറ്റ് വാസ് എ ബിഗ് റിസ്ക്. ആട് 3 എടുക്കുന്നതിൽ റിസ്ക് കുറവായിരുന്നു. ആട് 3 എന്ന് പറയുന്നത് കാരണം അതിനൊരു എക്സിസ്റ്റിംഗ് ഫാൻ ബേസ് ഉണ്ട്, അതിനൊരു എക്സിസ്റ്റിംഗ് റവന്യൂ ഉണ്ട്. പക്ഷേ അത് ഈ ബഡ്ജറ്റിൽ എടുക്കുമ്പോഴാണ് അതിൻ്റെ റിസ്ക് ഫാക്ടർ വരുന്നത്. അതിൻ്റെ കൂടെ ഒരു ജോണർ ചേഞ്ചും വരുന്നു. അപ്പോൾ ആട് 1 എന്ന് പറയുന്നത് തന്നെ ഒരു എക്സ്പെരിമെൻ്റൽ ഫിലിമാണ്. ആ എക്സ്പെരിമെൻ്റൽ ഫിലിം അത് കാലത്തിന് മുമ്പേ കുറച്ച് പോയി അതിന് ശേഷം അത് വർക്കാവുന്നു. ആട് 2-ൽ വലിയ എക്സ്പെരിമെൻറ്റ്സ് ഒന്നും നമ്മൾ ചെയ്തില്ല. അത് സ്ട്രെയിറ്റ് ഫോർവേഡാണ്. കാരണം ഓൾറെഡി ഒരു വലിയ എക്സ്പെരിമെൻ്റ് എടുത്ത് പരാജയപ്പെട്ടത് കൊണ്ട് ഇനി വലിയ എക്സ്പെരിമെൻ്റ് ഒന്നും വേണ്ട, സ്ട്രെയിറ്റ് ലീനിയറായിട്ട് കഥ അങ്ങ് പോയാൽ മതി.
പക്ഷേ ആട് 3 വരുമ്പോൾ നമ്മളൊരു വലിയ ഒരു റിസ്ക് എടുത്തിട്ടുണ്ട്. ആ റിസ്ക് ഓഡിയൻസ് അല്ലെങ്കിൽ ആടിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സ്വീകരിക്കും എന്ന് തന്നെയാണ് നമ്മുടെ ഒരു ഗട്ട് ഫീൽ. അത് എത്രമാത്രം ഉണ്ടാവുന്നുള്ളൂ. ഈ ബഡ്ജറ്റ് ആ കഥയ്ക്ക് അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ട ബഡ്ജറ്റാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ആട് എന്ന് പറയുന്ന സിനിമയിൽ എല്ലാ മണ്ടന്മാരായതുകൊണ്ടും ഒരു സിനിമാറ്റിക് ഒരു ലീനിയൻസ് നമുക്ക് തരും, ജനങ്ങൾ തരും. അതുകൊണ്ട് നമുക്ക് ഇത് കുറയ്ക്കാം. ഇപ്പോൾ പഴയകാലം കാണിക്കുമ്പോൾ എല്ലാം ഒന്നും പെർഫെക്റ്റ് ആവണ്ട, കുറേയൊക്കെ ഇങ്ങനെ ആണെങ്കിലും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യും എന്ന് മനസ്സിലുണ്ടായിരുന്നെങ്കിലും അത് വേണ്ട, നമ്മൾ കാലഘട്ടം കാണിക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ പോകാം എന്ന രീതിയിൽ വി ഹാവ് ലെഫ്റ്റ് നോ സ്റ്റോൺസ് അൺടേൺഡ് ഇൻ ടേംസ് ഓഫ് ആർട്ട്, കോസ്റ്റ്യൂം, മേക്കപ്പ് ടു മാച്ച് ദറ്റ് 17th century. അതുകൂടാതെ തന്നെ ഒരുപാട് ഹെവി ആയിട്ടുള്ള സീനുകൾ ആട് ഈ പ്രസൻറ്റ് പോർഷൻ ഷൂട്ട് ചെയ്യുമ്പോഴും നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബഡ്ജറ്റ് കയറിയത്. സോ ഇറ്റ് ഇസ് എ റിസ്ക്. അതിനോടൊപ്പം തന്നെ ഇപ്പം ഗ്ലോബലി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമ്മളെ വളരെ ബോദർ ചെയ്യുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാവും മിഡിൽ ഈസ്റ്റിലെ അത് നമുക്കൊരു വലിയ മാർക്കറ്റാണ്. ഒരുപാട് ഫാൻസ് നമ്മളൊക്കെ കഴിഞ്ഞ 8 വർഷങ്ങളിൽ ദുബായിലും ഖത്തറിലും ഒക്കെ പോകുമ്പോൾ അവിടുത്തെ ഏത് ഓണാഘോഷം എടുത്താലും ഏത് പരിപാടി എടുത്താലും ആടിലെ ഒരു റെഫറൻസ് ഇല്ലാതെ പോകാറില്ല. സ്റ്റേജ് പെർഫോമൻസ് ആണെങ്കിലും അവരിടുന്ന കോസ്റ്റ്യൂം ആണെങ്കിലും ഒരു വടംവലി ഉണ്ടെങ്കിൽ നമ്മൾ ആന്തമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു റീജിയനാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് ആട് 3 എപ്പോൾ വരും എന്ന് ചോദിച്ചിട്ടുള്ളതും മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള നമ്മുടെ ഓഡിയൻസ് ആണ്. ഒരുപാട് സ്ട്രെസ്സുള്ള ലൈഫാണ് അവിടെ. ഹ്യൂമർ സിനിമകൾക്ക് ഒരു പ്രത്യേക മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ നമ്മളിത് ബോദർ ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. അപ്പം ഇപ്പോൾ നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ സിനിമ 19-ന് ഇറങ്ങുമോ എന്ന് എനിക്ക് എല്ലാവരും എൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് ബ്രേക്കിൽ പോയപ്പോഴും ഐ ഹാഡ് 5 phone calls ഫ്രം തിയേറ്റേഴ്സ് ഫ്രം അക്രോസ് ദ വേൾഡ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സെയിങ് ദാറ്റ് എന്താണ് അവസ്ഥ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാം അറിയുന്ന അവസ്ഥയെ എനിക്കും അറിയുള്ളൂ. ഐ എം ഓൾസോ മോണിറ്ററിങ്. ഞങ്ങൾ റെഡിയാണ്. ഇനി ഇത് എങ്ങനെ എസ്കലേറ്റ് ആവും എന്നുള്ളത് നമുക്കറിയില്ല. വി ഹോപ്പ് ദാറ്റ് all these things settle down and peace and happiness comes back and ഒരു ചിരി എല്ലാവരുടെയും മുഖത്തേക്ക് വരട്ടെ എന്നുള്ളതാണ് ത്രൂ ആട് 3 ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഈ ആട് 1 ഒരു വലിയ സക്സസ് അല്ലായിരുന്നു ഇൻ ടേംസ് ഓഫ് ബോക്സ് ഓഫീസ് പരാജയമായിരുന്നു. ട്രൂ. സാറ്റലൈറ്റിലേക്ക് വന്നപ്പോഴാണ് കുറച്ചുകൂടി അക്സെപ്റ്റൻസും ഈ പറഞ്ഞ പോലെ ക്യാരക്ടർ കോസ്റ്റ്യൂംസും ഫാഷനും ഒക്കെ വന്നു തുടങ്ങിയത്. സോ ടെക്നിക്കലി നോക്കുമ്പം ആട് 1 ശേഷം 2 ഇറക്കുന്നത് ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ്. പക്ഷെ ആട് 1 എടുക്കാൻ എന്തായിരുന്നു ഒരു ഫാക്ടർ? അതായത് അത് ആ സമയത്ത് അതൊരു ക്രേസി തോട്ടായിട്ട് ഇതിന് വന്നതാണ്. ക്രേസി തോട്ട് അന്ന് അതിന്റെ കഥ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടി വന്നതാണ്. ഒരു 5 lakhs എടുക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് ഫിലിം. അങ്ങനെ ആട് 1 അത് ഞാൻ തന്നെ അഭിനയിച്ചാൽ മതി പാപ്പനായിട്ട് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു ട്രയൽ. അപ്പോൾ അന്ന് ഡിജിറ്റലൊക്കെ ഇങ്ങനെ കയറി വരികയാണ്. 5 lakhs ഒക്കെ റിക്കവർ ചെയ്യാൻ പറ്റുമോ? എന്നാലും മിഥുൻ ആയിട്ട് മുമ്പ് ഒരു പ്രോജക്റ്റ് നടന്നില്ല. അപ്പം മിഥുനൊന്ന് ഡയറക്ഷൻ പരീക്ഷിക്കണം. ശരി, ഞാൻ തരാം എന്ന് പറഞ്ഞ് ഞാനത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ക്രേസി തോട്ടായിട്ട് തോന്നി. അന്ന് ഈ പോലീസ് കഥാപാത്രവും പാപ്പൻ ഗ്യാങ്, ഒരു വടംവലി ടീമും ഒരു പോലീസും തമ്മിലുള്ള ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ്. അപ്പോൾ എനിക്ക് ആ തോട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് അത്യാവശ്യം വന്ന് കുറേ നല്ല സിനിമകളിലൊക്കെ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമുക്കും ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു പ്രോബ്ലം എന്ന് പറയണേ, ഞാൻ ഈ മീഡിയയിൽ നിന്ന് വന്നതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ചാനലിൻ്റെ ഹെഡായിട്ടിരുന്നിട്ട് അവിടെ നിന്ന് ഇതിലേക്ക് വന്നിട്ടുള്ളത് കൊണ്ട് എന്നെ ഭയങ്കര സീരിയസ് പേഴ്സണായിട്ടാണ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് എനിക്ക് വന്നിട്ടുള്ള കഥാപാത്രങ്ങളും അങ്ങനെയുള്ളതാണ്. ഇപ്പം ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ടീച്ചർ അല്ലെങ്കിൽ അങ്ങനെ വളരെ സോബറായിട്ട് അല്ലെങ്കിൽ സംസാരിക്കുന്ന, പക്ഷേ എനിക്ക് ഉള്ളിൽ എനിക്ക് ഭയങ്കര ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന, അത് എൻ്റെ ഫ്രണ്ട്സിനറിയാം. അപ്പോൾ എനിക്ക് ആടിൻ്റെ കഥാപാത്രം വരുമ്പോൾ ഹ്യൂമർ എനിക്ക് അറിയാം എന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഒരു ചെറിയ ബഡ്ജറ്റിൽ വേണമെങ്കിൽ റിസ്ക് ഇല്ലാതെ ഇത് ചെയ്താൽ എനിക്കെൻ്റെ അഭിനയം ജനങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യാം. എന്നാൽ നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല സിനിമകൾ എടുത്ത് ചാനൽസിനൊക്കെ വർക്കായതുകൊണ്ട് നമ്മളെടുക്കുന്ന സിനിമകൾ ചെറിയൊരു ബഡ്ജറ്റിൽ അവർ എടുത്തേക്കാം. ഇന്ന് സാറ്റലൈറ്റ് വളരെ നന്നായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനോട് പറഞ്ഞിടോ ഇതൊരു ഫീച്ചർ ആക്കിയാലോ, തരുമോ? ഞാൻ പിന്നെ ഒരു 50 ലക്ഷം രൂപ തരാം.
50 ലക്ഷം രൂപയ്ക്ക് ഒരു ഫീച്ചർ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കും ഞാൻ. 50 ലക്ഷം രൂപയ്ക്ക് മൂവിയായിരുന്നു അല്ല, അത് കഴിഞ്ഞ് മിഥുൻ പോയി ഫീച്ചർ എഴുതാൻ തുടങ്ങി. ഫീച്ചർ എഴുതി ചേട്ടാ പുതിയ 2-3 കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ, ഉഗ്രം പേരാ, സാത്താൻ സേവിയർ. നമ്മുടെ അടിപൊളി നമുക്ക് 50 ലക്ഷം എന്തോ ആയിക്കോട്ടെ. പിന്നെ PP ശശി എന്ന് പറഞ്ഞു, എടുത്തോ എല്ലാം എടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് ഈ സ്ക്രിപ്റ്റ് എൻ്റെ മനസ്സിലതാണ് 50 lakhs എന്തെടുത്താൽ. മിഥുൻ വന്ന് സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് നോക്കുമ്പോൾ ഞാൻ മിഥുനെങ്ങനെ നോക്കി, 3 കോടി ആയാലും തീരത്തില്ലല്ലോ ഇത്. അത് പിന്നെ ചേട്ടാ എഴുതി വന്നപ്പം ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ഇത് ഞാൻ ചെയ്യത്തില്ല, പ്രൊഡ്യൂസ് ചെയ്യാം, പക്ഷെ ഞാൻ അഭിനയിക്കത്തില്ല, വേറെ അത് നടക്കത്തില്ല. വേറെ ഏതെങ്കിലും പറഞ്ഞു ചേട്ടാ അല്ല അത് വർക്കാവും എന്ന് പറഞ്ഞ് എന്നെ പ്രഷറൈസ് ചെയ്ത്. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ പോലീസ് കഥാപാത്രം അന്ന് ഈക്വലാണ്, പോലീസ് കഥാപാത്രത്തിൽ നമുക്ക് ആരെങ്കിലും കൊണ്ടുവരാം, നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ആര് ചെയ്യും നമുക്ക് നോക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ജയനെ വിളിച്ചു, ഞാൻ തന്നെ പാപ്പ. അപ്പം അങ്ങനെ ജയനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു. അപ്പം തന്നെ വരാൻ പറഞ്ഞു, തൊട്ട അപ്പുറത്തെ വീട്. അപ്പം ഞങ്ങളവിടെ പോന്നു. ഞാൻ പറഞ്ഞു ഒന്നും പറയരുത്, കഥ പറയുക, അപ്പം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് കഥ മിഥുൻ പറയുന്നു. പുള്ളി ഇരുന്ന് ചിരിക്കുന്നുണ്ട്, കുറേ ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പുള്ളി പറഞ്ഞു കൊള്ളാം നമുക്കൊരു പ്രത്യേക ലുക്കൊക്കെ പിടിക്കാം. അപ്പോൾ ഞങ്ങൾ മിഥുൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, SIക്ക് എന്ത് പ്രത്യേക ലുക്ക് എന്ന് പറഞ്ഞിട്ട് മറ്റേ ആ പോലീസ് ക്യാരക്ടർ ആര് ചെയ്യും. അപ്പം മിഥുൻ അത് പിന്നെ അത് ഞാൻ ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. അത് ഒരു പ്രത്യേക ലുക്കൊക്കെ പിടിച്ചിട്ട് അത് കലക്കും. അത് ഞാൻ ഇങ്ങനെ ദബാങ് ഫാനായിട്ട് അറിയാം നമ്മൾ പല ഇന്റർവ്യൂവിലും പറഞ്ഞു. അതായത് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സൽമാൻ ഖാൻ ഫാനായിട്ടുള്ള അന്ന് ദബാങ് ഇറങ്ങി ഒരു ദബാങ് ഷമീർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, അത് കലക്കും എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ക്യാരക്ടർ പേര് അങ്ങനെയായിരുന്നു, ദബാങ് ഷമീർ. അതാണ് സൽമാൻ ഖാനെ പോലെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. പിന്നെ അത് വേറൊരു സിനിമയുടെ പേര് ഇതിലേക്ക് എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് സർബത്തിലോട്ട് മാറി. അതെ, പിന്നെ അത് സർബത്തിലേക്ക് നാച്ചുറലി അവിടെ വെച്ച് ഞാൻ ആയല്ലോ, നാച്ചുറലി അവിടെ വെച്ച് ഞാൻ SI ആയല്ലോ. അങ്ങനെയാണ്. അതപ്പം എനിക്ക് ഈ ഹ്യൂമർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് അത് ബ്രേക്ക് ചെയ്ത് തന്നത് ലിജോ ജോസ് പല്ലിശ്ശേരിയാണ്. അപ്പം ഇതിനെങ്ങനെയാണ് ഒരു മാനറിസം പിടിക്കുക എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ച്, എന്തെങ്കിലും ഒരു മാനറിസം പിടിക്കണമല്ലോ. അപ്പോൾ ഇത് ഇച്ചിരി ലൗഡാണ്, ക്യാരക്ടർ ഇച്ചിരി ലൗഡാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ സീരിയസ് ഞാൻ എന്ന് പറയുന്നത്. അല്ല, ഇപ്പം ലിജോയോട് ഞാൻ ഡബിൾ ബാരൽ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഞാൻ പറഞ്ഞു എനിക്ക് അതിനകത്തൊരു ക്യാരക്ടർ ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. നിങ്ങളുണ്ടെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ എന്തുവാ മറ്റേ സീരിയസ് ആയിട്ടുള്ള ഡോൺ, മറ്റേ മൊട്ടയടിച്ച ഡോൺ. ഞാൻ പറഞ്ഞു എനിക്ക് സീരിയസ് വേണ്ട, ഞാൻ എനിക്ക് ആ ഫ്രീഡം ഉണ്ട് ലിജോയോട്. കാരണം ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ മറ്റത് ചെയ്തോളാം, ബില്ലി. അപ്പം ലിജോ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ശരി ബില്ലി എങ്കിൽ ബില്ലി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതിനകത്താണ് മറ്റേ മിയാവ് എന്ന് പറഞ്ഞ സാധനം പിടിച്ച്. അപ്പം ആ ഹ്യൂമർ എന്ന് പറയുന്ന സാധനം എനിക്ക് ബ്രേക്ക് ചെയ്ത് തന്നത് ലിജോ ആണ് എനിക്ക്. അപ്പം എനിക്ക് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആടിലേക്ക് വരുന്നത്. അപ്പം എനിക്ക് ആ ലൗഡ് ഇത് കിട്ടി. എനിക്ക് ഒന്ന് ഡബിൾ ബാരലിൽ അഭിനയിച്ചത് എനിക്ക് ഒരുപാട് ആടിലേക്ക് വന്നപ്പം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക്. പിന്നെ ഈ കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ ഞാൻ മനസ്സിൽ ആരാണ് ഇതിനൊരു റെഫറൻസ്, എവിടെയെങ്കിലും കണ്ട ഒരു റെഫറൻസ് നമുക്ക് വേണമല്ലോ. നമ്മളൊന്നെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാർ. അപ്പോൾ എനിക്കങ്ങനെ ഒരുപാട് പോലീസ് സുഹൃത്തുക്കളില്ലാത്തതുകൊണ്ട് അത്രയും ലൗഡായിട്ടുള്ള പോലീസ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഏത് കഥാപാത്രമാണ് പോലീസ് എന്ന് പറഞ്ഞിട്ട് ഷോലെ എന്ന് പറഞ്ഞ സിനിമയിൽ അസ്രാണി സർ ചെയ്ത ഒരു കഥാപാത്രമുണ്ട്, ജയിലർ. അപ്പം പുള്ളി ഇതേപോലെ ഒരു ലൗഡാണ്, കുറച്ച് സീനുകളേ ഉള്ളെങ്കിലും അത് എനിക്ക് ഒരുപാട് വട്ടം കണ്ടിട്ടുള്ള സിനിമയാണ്. അപ്പം ആ ഒരു ക്യാരക്ടർ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതുപോലെ പേടിയില്ലാന്ന് അഭിനയിക്കുകയും എന്നാലും പേടിത്തൊണ്ടനായിട്ടുള്ള ഒരു സാധനം. ആ കുറച്ച് റെഫറൻസുകൾ അതിൽ നിന്ന് എടുത്തിട്ട് അതിനെ അപ്പം ഞാനിങ്ങനെ മനസ്സിലാലോചിച്ച് ആ കഥാപാത്രം ഇപ്പം അസ്രാണി എന്ന് പറയുന്ന ആ ജയിലർ എന്ന് പറഞ്ഞ കഥാപാത്രം എക്സ്റ്റൻഷൻ വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിലാണ് കുറച്ചൊക്കെ മാനറിസം പിടിച്ചിട്ടുള്ളത്. അതൊരു വലിയ സക്സസ് ആയി. ഓക്കെ, സീരീസ് ഇറക്കുക എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു വലിയ റിസ്ക് ഫാക്ടർ ഉണ്ട്. അപ്പം 1, 2, 3 ഇറക്കുമ്പോൾ ഈ ഒന്നിലെ ക്യാരക്ടേഴ്സും ആ സമയത്തെ ഒരു അറ്റ്മോസ്ഫിയറും എൻവയൺമെൻറ്റും സൊസൈറ്റിയും ഒക്കെ ഡിഫറെൻ്റ് ആണ്. ആൻഡ് 3 കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ആൻഡ് എവിഡൻ്റ്ലി നല്ല ടൈം ഡിഫറൻസും ഉണ്ട് 1, 2, 3 തമ്മിൽ. അപ്പം ഏറ്റവും വലിയ സ്ട്രഗിൾ ചെയ്തായിരുന്നു 3 ഇറക്കുമ്പോൾ? സ്ട്രഗിൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്. കാരണം കാലം മാറി. കോവിഡിന് ശേഷമുള്ള കാലവും കോവിഡിന് മുമ്പുള്ള കാലവും രണ്ടും രണ്ടാണ്.
അതായത് ഒരുപാട് നമ്മുടെ ഓഡിയൻസിന് ആണെങ്കിലും ഒരുപാട് നമ്മുടെ ഇൻ്റർനാഷണൽ സിനിമകളിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു നോർമൽ ഹൗസ് വൈഫ് പോലും ഹോളിവുഡ് സിനിമകൾ മലയാളത്തിലിരുന്ന് കാണുന്നുണ്ട്. അപ്പം അവരുടെ വ്യൂയിങ്ങിൻ്റെ ഒരു പാറ്റേൺ അതേപോലെ ആട് 1 ഇറങ്ങുമ്പോൾ 5 വയസ്സുണ്ടായിരുന്ന കുട്ടിക്ക് ഇന്ന് 15 വയസ്സ് അല്ലേ? ആട് അന്ന് 25 വയസ്സുണ്ടായിരുന്ന ആൾക്ക് ഇന്ന് 35 വയസ്സായി. അവരും ആട് കാണും. അപ്പോൾ ഇന്ന് 15 വയസ്സുള്ള കുട്ടി സംസാരിക്കുന്ന ലാംഗ്വേജ് വേറെയാണ്, അവരുടെ ഹ്യൂമർ വേറെയാണ്, അവർ കാണുന്ന ടൈപ്പ് ഓഫ് ജോണേഴ്സ് വേറെയാണ്. അവർക്ക് നോർമൽ സിനിമകൾ ഒന്നും വർക്കാവില്ല. എന്നാൽ ആടിൻ്റെ ആ 35 വയസ്സുകാരൻ അന്ന് 25ാമത്തെ വയസ്സിൽ ആട് 1 കാണുകയും 27ാമത്തെ വയസ്സിൽ ആട് 2 കണ്ട് അട്ടഹസിച്ച് ചിരിച്ച ഒരു ഓഡിയൻസ് ഉണ്ട്. അയാൾക്ക് ഇന്ന് 35 വയസ്സ്. അപ്പോൾ അയാൾക്കും ഒരു മെച്യൂരിറ്റി വന്നിട്ടുണ്ട്. അന്ന് 40 വയസ്സുണ്ടായിരുന്ന ആൾക്ക് 50 വയസ്സാണ്. അപ്പോൾ ഈ എല്ലാ ഓഡിയൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയുന്ന ഒരു ചാലഞ്ചുണ്ട്. ത്രില്ലറിന് അത് എളുപ്പമാണ്. ത്രില്ലറിന് ആ സ്റ്റോറി കണ്ടിന്യൂ ചെയ്ത് പോയാൽ ത്രില്ലർ ഇസ് ഈസി ടു സേ. വേറാസ് ഹ്യൂമർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചീറ്റിപ്പോകാൻ വളരെ എളുപ്പമാണ്. ഹ്യൂമർ ചീറ്റിപ്പോകാൻ വളരെ എളുപ്പമാണ്, റെലവൻറ്റ്. പിന്നെ വെറും ഒരു നോർമൽ സിനിമ ഇന്ന് ഒരു യങ്സ്റ്റേഴ്സ് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. വെറും ഒരു ഹ്യൂമർ സിനിമ അതാണോ അവർ അതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതും ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ദാറ്റ് വാസ് എ ബിഗ്ഗസ്റ്റ് ചാലഞ്ച്. ലൈക്ക് ഒന്ന് ഇവർക്ക് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷണൽ ഹ്യൂമർ, അതിനോടൊപ്പം തന്നെ ജോണർ മാറുമ്പോൾ അതിൽ സ്റ്റിക്ക് ചെയ്യുക, സ്റ്റോറിയിൽ സ്റ്റിക്ക് ചെയ്ത് നിന്നുകൊണ്ട് നമുക്ക് ഒരുപാട് അതിൽ നിന്ന് മാറിപ്പോകാൻ പറ്റില്ല. അപ്പം അതിൽ നിന്നുള്ള അതായിരുന്നു ഏറ്റവും വലിയ ചാലഞ്ച്. 2 ഓൾറെഡി സ്ക്രിപ്റ്റ് നമുക്ക് ഭയങ്കര ലെങ്തി സ്ക്രിപ്റ്റാണ്, ബിക്കോസ് സ്റ്റോറി പറഞ്ഞു പോകണമെന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് ഇംപ്രവൈസേഷൻ നോർമലി ആടില്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആക്ടേഴ്സിൻ്റെ ഇംപ്രവൈസേഷൻ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ വളരെ കൂടുതലാണ്. അവർ ഇഷ്ടംപോലെ നല്ല ഹ്യൂമറുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കഥയിൽ നിന്നും മാറാതെ അതിനെ എങ്ങനെ എഡിറ്റ് ചെയ്ത് കൊള്ളാവുന്ന എടുത്ത്, ഇപ്പോൾ എനിക്ക് ഏറ്റവും സങ്കടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ തന്നെ ഏകദേശം 1 മണിക്കൂറോളമുള്ള ഹ്യൂമർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. പിന്നെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ പാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. പാസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കതിൽ വി ലെഫ്റ്റ് നോ സ്റ്റോൺസ് അൺടേൺഡ്. ഞാൻ പറഞ്ഞ നമുക്ക് സിനിമാറ്റിക് ഫ്രീഡം ഉണ്ടെന്നുണ്ടെങ്കിലും അത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. നമ്മളത് വളരെ ഒരു പീരിയോഡിക് സിനിമയ്ക്ക് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഒരു ഇതില്ലാതെയാണ്. ഇങ്ങനെ മഴ എന്ന് പറയുന്ന ഒരു സ്ട്രഗിളായിരുന്നു ഞങ്ങൾ ഷൂട്ട് തുടങ്ങിയപ്പോൾ. മെയ് തൊട്ട് ഡിസംബർ വരെ മഴ പെയ്ത ഒരേ ഒരു വർഷം ഇതാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ട്? ആട് 2-ലും ഇത് തന്നെ സംഭവിച്ചു. ഞങ്ങൾക്ക് എപ്പോഴും മഴ എന്ന് പറയുന്നത് നമുക്ക് ഐശ്വര്യമാണ്. നിങ്ങൾക്ക് മഴ ഐശ്വര്യമല്ല, പറഞ്ഞു ഇത്രയും വേണോ? അതിൽ ബഡ്ജറ്റ് കൂടുന്ന വെച്ചിട്ട് ഐശ്വര്യം കൂടുമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ സിനിമ. ഒരു ബുക്ക് എഴുതാനുള്ള സ്ട്രഗിള് ഷൂട്ട് സമയത്ത്. ഹൗ അബൌട്ട് ഈ ക്യാരക്ടേഴ്സിന്റെ ഒരു ഫിസിക്കൽ ചേഞ്ചസും? ഡെഫിനറ്റ്ലി. അത് ഇപ്പം അന്നുണ്ടായിരുന്ന ക്യാരക്ടേഴ്സ് എല്ലാവർക്കും ഏജ് ആവുന്നു, ക്യാരക്ടേഴ്സിന് ഏജ് ആവാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടറിന് ഒരു സ്കെച്ചുണ്ട്. അപ്പം അതിൻ്റെ അവരുടെ കോസ്റ്റ്യൂമിലും അവരുടെ മേക്കപ്പിലും വരുമ്പോൾ തന്നെ നമുക്ക് ആ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു 80% നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതൊരു വലിയ ഗുണമാണ്. കാരണം ഇപ്പം പാപ്പൻ, ഇപ്പം ജയസൂര്യ ആ മീശ വെച്ച് ആ കോസ്റ്റ്യൂമിലേക്ക് വരുമ്പോൾ പിന്നെ ആ മുടി ഒരു ചെറിയ വൈറ്റ് ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ അത് ക്യാരക്ടറാവും. ഇപ്പം സൈജു കുറുപ്പ് അങ്ങനെ ഒരു കളർഫുൾ ലുങ്കിയും തൊപ്പിയും വെച്ച് പുള്ളിയുടെ ഒരു ഷർട്ടും അകത്തത്തെ ഒരു ഇത് ആ മാല ഇടുമ്പോൾ പുള്ളി ആവുന്നു. എനിക്ക് ആ മീശ വെച്ച് നമുക്ക് പ്രായമാവുന്നുണ്ടെങ്കിലും നമുക്ക് ആ കോസ്റ്റ്യൂമിലേക്ക് വരുമ്പോൾ നമ്മളാവുന്നുണ്ട്. ഇപ്പോൾ ശശിയാശൻ അങ്ങനെ ഒരു ഗുണമുണ്ടായിട്ട്. അപ്പോൾ പലരും നമ്മൾ ഈ ആദ്യം ആളുകൾ ക്യാരക്ടേഴ്സ് ഡ്രസ്സ് ചെയ്ത് വരുന്ന ഇവർക്കൊന്നും പ്രായമാവുന്നില്ലേ എന്ന് പറയുന്നതിൻ്റെ കാരണം അത് സ്റ്റെഫി സേവിയറും റോണക്സും കൂടെ ചെയ്തിരിക്കുന്ന മാജിക്കാണ്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നേരത്തെ ഈ ചലഞ്ച് പറഞ്ഞ പോലെ അന്നുണ്ടായിരുന്ന ആക്ടേഴ്സ് പ്രൊഫൈലല്ല ഇന്ന്. ജയസൂര്യ ഹാസ് ഗ്രോൺ ആസ് എൻ ആക്ടർ, സൈജു കുറുപ്പ് ഹാസ് ഗ്രോൺ, ഇന്ദ്രൻ സേട്ടൻ ഹാസ് ഗ്രോൺ, സണ്ണി വെയിൻ ഹാസ് ഗ്രോൺ. അപ്പോൾ ഓരോരുത്തരും അവരുടേതായ രീതിയിൽ അപ്പം നമ്മൾ അവരുടെ പ്രൊഫൈലും കൂടെ നോക്കി അതിനെ മാച്ച് ചെയ്യുക എന്നുള്ള ഇതൊക്കെ ഉണ്ട്. അതൊക്കെ മിഥുൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്, കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഐ തിങ്ക് ഏറ്റവും കൂടുതൽ ഈ സിനിമേനെ എടുത്ത് ഇതിൻ്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഓരോ ക്യാരക്ടറിനും ഒരു നിക് നെയിം ഉണ്ട്. അത് കോൺഷ്യസ്ലി ചെയ്ത ഒരു കാര്യം. കോൺഷ്യസ്ലി ചെയ്തിട്ടുണ്ട്. ഇത് ഇതിന് ആ പേരിടുന്നതിൽ ഭയങ്കര റൈറ്റിംഗ് ടൈമിൽ അങ്ങനെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് അതിന്റെ ഒരു എയിം എന്തായിരുന്നു? വാട്ട് വാസ് ലൈക്ക്? അല്ല, അതിപ്പോ അവർ ആ തീം മ്യൂസിക് കൊടുക്കുക അവരുടെ ക്യാരക്ടർ സ്കെച്ചിന്റെ ഭാഗമാണ്. ഇപ്പം നമ്മൾ ആ തീം മ്യൂസിക്കിൽ തന്നെ അവരുടെ അല്ലെങ്കിൽ അവരുടെ ബീജത്തിൽ തന്നെ നമ്മളുടെ അവരുടെ ക്യാരക്ടർ പറഞ്ഞു വന്നു. നേരെ ഓപ്പോസിറ്റ് ആണ്. പക്ഷെ
അവരുടെ ഹാജി മസ്താൻ സലാം വയ്ക്കും, വീരൻ പാപ്പൻ ഷാജി പാപ്പൻ, പക്ഷെ നടുവയ്യ. അങ്ങനെയാണ് പറയുന്നത്. ഹാജി മസ്താൻ പോലും സലാം വയ്ക്കും എന്ന് പറഞ്ഞിട്ട് നടുവയ്യാത്ത ഒരു ഹീറോയാണ് അല്ലേ. അപ്പം അങ്ങനെ ആ ഓരോ ക്യാരക്ടറിനും അവരുടെ പേര് കൊണ്ട് നേരെ ഓപ്പോസിറ്റാണ് അവരുടെ സ്വഭാവം. ക്യാരക്ടർ. അതെ. സോ ഈ പറഞ്ഞ പോലെ ആട് എന്ന് പറയുന്നത് തന്നെ ഹ്യൂമറാണ്. പക്ഷെ ആട് 3ലേക്ക് വരുമ്പോൾ ഒരു എപ്പിക് ഫാൻറ്റസി എന്നാണ് നമ്മൾ പറയണത്. അപ്പോൾ ഈ എപ്പിക് ഫാൻറ്റസി എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് അബൌട്ട് ബീങ് സീരിയസ് കഥകൾ, അല്ലെങ്കിൽ സീരിയസ് വാർ, അത് ഇത്. അപ്പൊ അതും ഹ്യൂമറുമായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ എങ്ങനെയുണ്ടായിരുന്നു? അതിന്റെ ഏറ്റവും ടഫ് ഞാൻ നേരത്തെ പറഞ്ഞ ഇത് സ്റ്റോറി ഉണ്ടായിരുന്നു. അപ്പോൾ സിറ്റുവേഷണൽ ഹ്യൂമർ ആട് 1ലും കൂടുതൽ ഡയലോഗ് ഹ്യൂമർ ഉണ്ട്. ഇതിലും നമ്മൾ ആ സിറ്റുവേഷണൽ ഹ്യൂമർ പിടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, ഡയലോഗ് ബേസ്ഡ് ഹ്യൂമറും. പക്ഷേ ഫോർ ഡെഫിനറ്റ്ലി ആട് 2 ആവില്ല, ആട് 2 അല്ല, ആട് 3. അതുകൊണ്ട് ഐ റിക്വസ്റ്റ് ദ ഓഡിയൻസ് ടു കം വിത്ത് എ ഫ്രഷ് മൈൻഡ്, കം ടു സീ ദ ഫിലിം ടോട്ടലി ഒരു ഫ്രഷ് ആയിട്ട് വന്ന് കാണണം. കാരണം ജോണർ ഷിഫ്റ്റ് ആണ്, അതുകൊണ്ട് പഴയ ജോണർ എക്സ്പെക്ട് ചെയ്ത് വരരുത്. ഇതൊരു സെപ്പറേറ്റ് നിങ്ങൾ മൈൻഡ് ക്ലിയർ ചെയ്തിട്ട് വരണം എന്നുള്ളതാണ്. ഓക്കെ, നമുക്കൊരു ഗെയിം സെഷനിലേക്ക് പോകാം. സോ ഹിയർ യു ഹാവ് ടു, അതായത് ഒരു ആടിന്റെ ക്യാരക്ടേഴ്സിന് സൂപ്പർ പവേഴ്സ് അസൈൻ ചെയ്യണം. ഓക്കെ, ഐ വിൽ ടെൽ യു ദ ക്യാരക്ടേഴ്സ്. സർവത് ഷമീർ എന്നാണ്. സർബത്ത് ഷമീറിന് സൂപ്പർ പവർ അടിച്ചിട്ട് ബുദ്ധി കൊടുത്താൽ നല്ലതായിരിക്കും. ഓക്കെ, ഡൂഡിന് എങ്ങനെയെങ്കിലും ഇതിപ്പം എങ്ങനെയെങ്കിലും പറക്കാനുള്ള ശക്തി കിട്ടിയാൽ പുള്ളിക്ക് തിരിച്ച് ബാങ്കോക്കിൽ പോകാൻ പറ്റാതെ ഇവിടെ പെട്ടിടക്കും. സാത്താൻ സേവിയറിന് പൈസയാണല്ലോ സാത്താൻ സേവിയറിന്. അപ്പം എന്തെങ്കിലും അലാവുദ്ദീന്റെ അത്ഭുതങ്ങളൊക്കെ കിട്ടിയാൽ പുള്ളി അടങ്ങിയാണ്, പുള്ളിക്ക് പിന്നെ വേറൊന്നും വേണ്ടല്ലോ. ശരി, മേരിക്ക് ഈ പാസ്റ്റ് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ മേരി തിരിച്ച് പാപ്പന്റെ തിരിച്ചു വന്നേനെ. അറക്കൽ അബുവിന് ധൈര്യം വേണം. അപ്പം ചോര കണ്ട അറക്കബുവിന് പേടിയാണ്. അപ്പം എന്തെങ്കിലും ഈ നമ്മൾ ഇത് കഴിച്ചു കഴിയുമ്പോൾ സ്ട്രോങ് ആവുന്ന പരിപാടി, അപ്പൊ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ മൈൻഡ്. സോമനെ സൂപ്പർ പവർ അല്ല വേണ്ടത്, ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. പി പി ശശിക്ക് ഹൈ റേഞ്ചിന് അതായത് ഡെവലപ്മെന്റിന് പി പി ശശിക്ക് എന്തെങ്കിലും. പി പി ശശിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഹൈ റേഞ്ചിന്റെ ചെഗുവേര എന്നാണ് നമ്മൾ ആവണമെന്നുള്ളതാണ്. അപ്പോൾ ഹൈ റേഞ്ച് ഡെവലപ്മെന്റ് ആയിട്ട് പി പി ശശിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയാൽ, അങ്ങനെ എന്തെങ്കിലും ഒരു പവർ കിട്ടിയാൽ ഒരു സ്വർഗമാക്കി മാറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഹൈ റേഞ്ച് സ്വർഗമാക്കാനുള്ള എന്തെങ്കിലും ഒരു ശക്തി കൊടുക്കുക, ഇതിങ്ങനെ ആവട്ടെ എന്ന് പറയുന്ന, അതാണ് പി പി ശശിയുടെ ആഗ്രഹം. അദ്ദേഹം അതിനുവേണ്ടി ജീവിക്കുന്നതാണ്. അതിലേക്ക് തിരിച്ചു തരാം. അതിനു മുമ്പ് വിജയ് ബാബു എന്തായിരിക്കും സൂപ്പർ പവർ ഇഫ് യു കുഡ് വിഷ്? ഇഫ് ഐ കുഡ് വിഷ്, ഞാൻ അലാവുദ്ദീന്റെ അത്ഭുതങ്ങളൊക്കെ സാത്താൻ സേവിയറിനെ തിരിച്ചെടുക്കും. പാപ്പന്റെ നടുവേദന ഒന്ന് മാറ്റി കൊടുത്തേ. പാപ്പന് ബാക്കി എല്ലാ ശക്തിയും ഉണ്ട്. ഈ നടുവേദന ഒന്ന് മാറ്റാനായിട്ടുള്ള ഈ നട്ടല്, ഇപ്പം മറ്റേ നട്ടലിന്റെ 14ാമത്തെ കശ്മീരിയിലാണ് പുള്ളിക്ക് ക്ഷതം വന്നിരിക്കുന്നത്. ആ ക്ഷതം ഒന്ന് മാറ്റി കൊടുത്താൽ ബാക്കിയൊക്കെ പുള്ളി ചെയ്തോളൂ. സൂപ്പർ പവറാണ്. ശരി, കമ്മിങ് ബാക്ക് ടു ഇന്ദ്രൻ ചേട്ടൻ, ഹൗ വാസ് വർക്കിംഗ് വിത്ത് എ ലെജൻഡ് ലൈക്ക് ഹിം? ഞാൻ പറയുന്നത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടേഴ്സിൽ ഒരാളാണ്. ഞങ്ങൾ ഒരുപാട്, എൻ്റെ ലക്കി ചാമാണ്. ഞങ്ങളുടെ ഹോം എന്ന് പറയുന്ന സിനിമ, ആട് 1, ആട് 2, ഒരുപാട് സിനിമകളിൽ ഇന്ദ്രൻ ചേട്ടൻ. ഞാൻ ഏതൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് വരുമ്പോഴും ഞാൻ ഇതിനകത്ത് ഇന്ദ്രൻ ചേട്ടൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കാറുണ്ട്. കാരണം എനിക്ക് അത്രയും ഇഷ്ടമാണ്. ഇപ്പം ഞങ്ങൾ അടുത്ത ചെയ്തുകൊണ്ടിരിക്കുന്ന പടത്തിലും ഇന്ദ്രൻ ചേട്ടനുണ്ട്, ഒരു മെയിൻ കഥാപാത്രമാണ് പുള്ളിയാണ്.
പുള്ളി ഒരു പാവം മനുഷ്യനാണ്. അപ്പം ഇത്രയും ജെനുവിനായിട്ടുള്ള ഒരു ഹ്യൂമൻ മലയാള സിനിമയിലോ ഇന്ത്യൻ സിനിമയിലോ ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. പച്ചയായ മനുഷ്യൻ എന്നൊക്കെ പറയത്തില്ല, ഇങ്ങനെ പാവം പോലെ പുള്ളി സെറ്റിൽ വന്നാൽ പോലും ആരും അറിയത്തില്ല. മറ്റത് ഒരു കാറ് വരുന്നു, മറ്റേ നമുക്ക് ഒരാൾ വന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. കാരണം ആദ്യം അസിസ്റ്റന്റ് വരുന്നു, കാരവൺ തുറക്കുന്ന ശബ്ദം, അടയ്ക്കുന്ന ശബ്ദം, മറ്റേ സ്ക്രിപ്റ്റ് കൊണ്ടുവരാൻ പറയുന്നു, അല്ലെങ്കിൽ കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന്. ഇത് നമ്മളിപ്പോൾ അപ്പുറത്തെ കാരവണിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു ആക്ടർ വന്നാൽ നമുക്കറിയാം. അപ്പോൾ ഞാൻ ചോദിക്കും ആരാ വന്നേ എന്ന് ചോദിക്കും. ആ റെഗുലർ നോയ്സുകളുണ്ടല്ലോ, ആ റെഗുലർ നോയ്സുകൾ കേൾക്കാറുണ്ട്. ഇതെല്ലാം ഒരു ആക്ടർ വരുന്നതിൻ്റെ ഭാഗമായിട്ടില്ല. പെട്ടെന്ന് ഡോർ അടയുന്നു, കാരവൺ തുറക്കുന്നു, കുറേ പേര് കയറുന്നു, അത് കഴിഞ്ഞിട്ട് മേക്കപ്പിൻ്റെ ഇത് വരുന്നു, സ്ക്രിപ്റ്റ് എടുക്കാൻ പറയുന്നു, ആ ബഹളം തുടങ്ങും. ഇതൊന്നും അറിയത്തില്ല. ഇന്ദ്രൻ ചേട്ടൻ വന്നാലും പോയാലും ആരും അറിയത്തില്ല. പുള്ളി ഇങ്ങനെ ഒരു ശല്യമില്ല. പുള്ളി തന്നെ പുള്ളിയുടെ കൂടെ പോലും ആരും വരാറില്ല. പുള്ളി പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ആ സർ എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. പുള്ളി ക്യാരക്ടറായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ മുമ്പിൽ നിന്നിട്ട് ആ സീൻ വരുമ്പം ഒരു പെർഫോമൻസ് ഉണ്ട്. ഐ സ്വെയർ, ഞാൻ ഒരുപാട് പേരുടെ ഓപ്പോസിറ്റൊന്നും ഞാൻ ലെജൻഡറി ആക്ടേഴ്സിന് ഞാൻ കമ്പയർ ചെയ്യല്ല. ഇന്ദ്രൻ ചേട്ടൻ തരുന്ന ഒരു കൗണ്ടറിൽ നമുക്കത് അറിയാണ്ട് നമ്മൾ ചിരിച്ചു പോകും. ഇത് വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ എനിക്ക് ഇന്ദ്രൻ ചേട്ടനുമായിട്ടാണ് ഒരുപാട് കോമ്പിനേഷൻസ് ഉള്ളത്. ബിക്കോസ് ശശിയാശാനും ഷമീറുമായിട്ടാണ് ഈ സിനിമയിൽ പ്രത്യേകിച്ചും. അപ്പം ഐ ഡോണ്ട് നോ ഹൗ അത് എവിടെ നിന്ന് വരുന്ന മാജിക് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹി ജസ്റ്റ് കിൽസ് ഇറ്റ്. ആട് 1-ല് ആട് 2, 3 ഇസ് ഫൈൻ. ആട് 1-ല് ഇന്ദ്രൻ സേട്ടിന് കൊടുത്ത ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു, ഇതാണ് ക്യാരക്ടർ, എങ്ങനെയായിരുന്നു അത്? അല്ല, അത് മിഥുൻ കൃത്യമായിട്ട് ബ്രീഫ് ചെയ്തിരുന്നു. ഹൈ റേഞ്ചിൻ്റെ സിംഹം. അപ്പം ഹൈ റേഞ്ചിൽ അപ്പം മണിയാശാൻ്റെ ഒരു ലുക്കാണ് നമ്മൾ നേരത്തെ കൊടുത്തത്. അത് ഇന്ദ്രൻ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ മാനറിസം കറക്റ്റായിട്ട് പുള്ളി പിടിച്ചിട്ടുണ്ട്. അപ്പാരൻ്റ്ലി ഇന്ദ്രൻ ചേട്ടൻ എന്നോട് പറഞ്ഞു, മണിയാശാൻ ഒരു പരിപാടിക്ക് വെച്ച് കണ്ടപ്പം മണിയാശാൻ പറഞ്ഞു വന്നു, ഒരു ദിവസം മേക്കപ്പ് ഇട്ടിട്ടൊന്ന് എന്നെ കാണാൻ വരണം, നമുക്ക് എന്നിട്ട് പറ്റുകയാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ചെയ്യാം. അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം അത് ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം അദ്ദേഹത്തിന് സുഖമില്ലാതിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ. പക്ഷെ പ്രോബ്ലം ഇപ്രാവശ്യം പറ്റിയത് ഇന്ദ്രൻ ചേട്ടന് പല പടങ്ങളിൽ അഭിനയിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് മുടി ഷേവ് ചെയ്തിട്ട് ആണ് ആ വിഗ് വയ്ക്കുന്നത്. ഇത് ഷേവ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് കംപ്ലീറ്റ് പ്രോസ്തറ്റിക്സാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 3 hours കൂടുതൽ നമുക്ക് ഇത് വെക്കാൻ പറ്റില്ല. ബട്ട് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ആ പ്ലാൻ നടന്നില്ല. എന്നാലും നോക്കാം. ആട് 4 ഉണ്ടല്ലോ. അതിലേക്ക് വരട്ടെ, ആട് 4 ഉണ്ടാവോ? അത് നമ്മൾ ഓൾറെഡി ഇത് പാർട്ട് 1 ആണ്. ആട് 4 ആണോ ആട് 3യുടെ പാർട്ട് 2 ആണോ എന്നുള്ള ആട് 3യുടെ ഇത് എൻഡ് ചെയ്യുന്നില്ല. അപ്പം 4 ഒക്കെ ഉണ്ടാവും എന്നുള്ളത് അതിന് ശേഷമല്ലേ. എന്തായാലും വൺ ലാസ്റ്റ് റൈഡ് എന്ന് പറയുന്നത് ഈ ആട് 3 ആണ്. അതിൻ്റെ പാർട്ട് 2 എന്തായാലും ഉണ്ട്, അത് എൻഡ് ചെയ്യുന്നു. അതിനുശേഷം ആട് 4 ഉണ്ടോ എന്നുള്ളത് സ്പിൻ ഓഫ് ആണോ എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല. എന്തായാലും സ്പിൻ ഓഫ്സ് ഉണ്ടാവും. അത് ആട് 3 കഴിഞ്ഞിട്ട് ഞാനുണ്ടാവുമെന്ന് നോക്കട്ടെ. So if you could steal something from Indran Setan as an actor, what could you? Simplicity. Okay. Jayasuriya. Dedication. Okay, dedicated ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ഓക്കെ, ശരി. വിനായക്. Honesty. ഓക്കെ, ട്രൂ. ആക്ച്വലി ഇപ്പോൾ വിനായകൻ്റെ ഓണസ്റ്റി ആണ് ഇപ്പം ഇന്റർനെറ്റ് പോകുന്നത്. ഓക്കെ, ഷൈജു കുറുപ്പ്. Gentleman. I mean, he's a gentleman. I mean, a calm person. Calm and composed gentleman എന്നൊക്കെ പറയുന്നത്. Okay. So that's സ്വഭാവം. Okay. ധർമ്മജൻ. Take life easy. Oh, that's very sweet. Okay, ശരി. Let's go for a rapid fire. പെട്ടെന്ന് ആൻസർ പറയാം. മനസ്സിൽ വരുന്ന ഏതാണോ അത് പറയണം. അത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങ് ഇട്ടാൽ മതി. ഞാൻ ആലോചിച്ചിട്ട് പറയാം. Okay, ശരി. നമുക്ക് എഡിറ്റ് ഉണ്ടല്ലോ. ശരി. What's your all time favorite movie? All time favorite movie. Nayakan. Favorite horror movie? I don't like horror. You don't like horror? എനിക്ക് പേടിയാണ്. ഒരു ഹൊറർ സിനിമ പോലും ഇതുവരെ ഫുൾ ആയിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ as a producer will you ever? I'll never touch that genre. Oh my god. Okay. Great to know that. How about feel good movie? Because അത് നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ കാണണം, എഡിറ്റിൽ കാണാൻ എത്രയോട്ട് കാണും. ഷൂട്ട് ചെയ്യുമ്പോൾ കാണുമ്പോൾ നമുക്ക് അതിന്റെ റിയാലിറ്റി മനസ്സിലാവും. എനിക്ക് ഹ്യൂമർ, അതുകൊണ്ടാണ് ഹ്യൂമർ സിനിമ എത്രയോട്ട് കണ്ടാലും കുഴപ്പമില്ലല്ലോ. ശരി. അപ്പോൾ വിജയ് ബാബു എന്ന പ്രൊഡ്യൂസർ will never do horror movie എന്നാണ് പറയുന്നത്. Okay. Feel good movie. Feel good movie? What I like. Your favorite? Lots. I mean, I love that genre. I like my movie Home. Great. Survival thriller. Of late,
യാ ഐ ലൈക്ക് അതും എനിക്ക് ഇഷ്ടപ്പെട്ട ജോണറാണ്. ഈ ഇടയ്ക്ക് കണ്ടിട്ട് മഞ്ഞുമൽ ബോയ്സ് ഐ ലവ്. ഓക്കെ ഗ്രേറ്റ്. കോമഡി അപ്പാർട്ട് ഫ്രം ആട്. സോ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ജോണർ അത് പറഞ്ഞ തീരില്ല. അപ്പം ഞാൻ ഇപ്പം എനിക്ക് നാടോടിക്കാറ്റ് സീരീസ് ഭയങ്കര ഇഷ്ടമാണ്. സോ ക്യാൻ യു സജസ്റ്റ് 5 മോസ്റ്റ് ഫേവറേറ്റ് കോമഡി മൂവീസ് ഓഫ് യോurs? യാ അത് കൂടുതലും പഴയ 90s സിനിമകളായിരിക്കും. ഐ ലൈക്ക് കിലുക്കം, നാടോടിക്കാറ്റ്. എനിക്ക് സർവകലാശാല എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഓൾ ടൈം ഫേവറേറ്റ് സിനിമയാണ്. കോട്ടയം കുഞ്ഞച്ചൻ, വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. അത് റീമേക്ക് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ റൈറ്റ്സ് വരെ പോയി വാങ്ങിച്ചതാണ്. പിന്നെ പുലിവാൽ കല്യാണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്. അതിൽ നമ്മുടെ സലീമേട്ടനും കൊച്ചിനും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇരുന്ന് കാണുന്ന കഥാപാത്രമാണ്. പിന്നെ ജഗതി ചേട്ടൻ്റെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആക്ടറാണ്. അപ്പോൾ ഞാൻ ചുമ്മാ ഇരിക്കുമ്പോൾ ഞാൻ ഇത് ലൂപ്പ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലഞ്ച് കഴിക്കാൻ പോകുമ്പോഴും നമുക്കൊന്ന് ഇത് മൈൻഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം കുറേ സിനിമകൾ എനിക്കിഷ്ടമാണ്. സലീമേട്ടൻ്റെ കോമഡി ഇതൊക്കെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റുകളാണ്. പിന്നെ ഇന്നസെൻ്റ് ചേട്ടൻ്റെ ചില പരിപാടികൾ. Humor, I have lot of options. Okay. As you said, you love humor, you love comedy. അങ്ങനത്തെ ഒരു ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ, which one would you want to do? Like എനിക്കത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് തോന്നുന്നു. കോമഡി. കോമഡി. I mean ഇപ്പം പോലീസല്ലേ ഇപ്പം ചെയ്തിരിക്കുന്നത്. എനിക്കൊരു അതിനെ തന്നെ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് എനിക്ക് ഒരു ശിക്കാരി ശംഭു ലൈനിലേക്ക് അതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പം നാളെ ഒരു സ്പിൻ ഓഫ്സിനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ആ ക്യാരക്ടറിന് കുറച്ചും കൂടി ഒരു ഡൈമെൻഷൻ കൊടുത്തിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊരു വിജയ് ബാബു റിസ്ക് ടേക്കിംഗ് പ്രൊഡ്യൂസർ? All my projects have been risky from... Exactly. Are you consciously doing that? കോൺഷ്യസ്ലി വരുന്നില്ല. എനിക്ക് അതായിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നത്. ആ സിനിമ ഇഷ്ടപ്പെടുന്നു, അപ്പോൾ അത് എഗെയിൻസ്റ്റ് ദ വേവ് ആവുന്നതാണ്. അപ്പം നോർമൽ ഇസ് ബോറിംഗ് എന്ന് ഞാൻ പറഞ്ഞ പോലെ നോർമലായിട്ടുള്ള സാധനം വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ കണക്ട് ആവുന്നില്ല. ഓക്കെ ഇത് ചെയ്താൽ വർക്കാവും എന്ന് പറഞ്ഞിട്ട് അത് അപ്പോൾ നാച്ചുറലി അതൊരു റിസ്ക് ആവുന്നു. ഇപ്പോൾ അങ്കമാലി ഡയറീസ് ആണെങ്കിലും ജൂൺ ആണെങ്കിലും ലാസ്റ്റ് ഇറങ്ങിയ പടക്കം വാലാട്ടി ഡോഗ്സിനെ വെച്ച് ചെയ്തിരിക്കുന്ന പടമാണ്. ഹോം ആണെങ്കിലും അപ്പം അങ്ങനെ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു സിനിമ കൺസീവ് ചെയ്യുമ്പോൾ അത്രയും റിസ്ക് വരുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഈ സിനിമ ഫ്ലോപ്പായാൽ അല്ലെങ്കിൽ ഈ സിനിമ ഞാൻ ഉണ്ടാവും എന്നാൽ പിന്നെ അങ്ങ് ചെയ്യാം. പിന്നെയാണ് അത് ബ്രേക്ക് ഈവനെ കുറിച്ച് ആലോചിക്കുന്നതും. പിന്നെ അതിപ്പം അങ്ങനെ ആ റിസ്ക് ടേക്കിങ്ങിന് ഒരു ബഡ്ജറ്റ് ഉണ്ട്. ആ ബഡ്ജറ്റിൽ നിർത്തിക്കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇപ്പം ആട് എന്ന് പറയുന്നതിന് ഇത്രയും ബഡ്ജറ്റ് നമ്മൾ ഇടാനുള്ള കാരണം അതിന് ഓഡിയൻസ് തന്നിട്ടുള്ള ധൈര്യവും അതിൻ്റെ ഫാൻ ബേസും അത് നല്ല രീതിയിൽ അവതരിപ്പിച്ചാൽ. ബട്ട് there is a risk element in that also. Yeah. Okay. I am. So you are. Yes, Vijay Babu is a risk-taking producer. Okay. So wish you all the very best with this movie. And കൂടുതൽ വേണം ഈ സമയത്ത്. very 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 best with this movie and every other movie you make after this. Thank you. May you flourish more and more as a producer, actor, everything in this media field, in the cinema field. Thank you. Thank you so much for coming. Thank you.